ശുദ്ധ റമദാൻ വരുന്നത് ഒരു പുനർവിചിന്തനത്തിന് സഹായകമാവട്ടെ. നമ്മുടെ ജീവിതം ഒന്ന് കഴുകി ശുദ്ധിയാക്കണം. അല്ലാഹു നമുക്ക് ഖൈർ തരട്ടെ. അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. പുരുഷന്മാരെ മുഴുവനും ലോകത്ത് വരാനുള്ള ഒരു കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞ പുരുഷന്മാരായി ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ ആളുകളോടുമായി പുണ്യ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യപ്രഭാഷണത്തിന്റെ ശകലമാണിത്. അലാ അറിയണേ, വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. നിങ്ങളുടെ ആശ്രിതരായി, നിങ്ങളുടെ ജീവിത പങ്കാളിയായി, നിങ്ങളുടെ രഹസ്യമറിയാൻ, നിങ്ങളുടെ കൂടെ പടച്ചതമ്പുരാന്റെ നാമം ചൊല്ലി നിക്കാഹ് ചൊല്ലി നിങ്ങളുടെ കൂടെ വന്ന നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ നന്നായി പരിരക്ഷിക്കണമേ. അവർക്ക് ഇമോഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ശാരീരികമായ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഇമോഷണൽ പ്രൊട്ടക്ഷൻ. ഞാൻ നിന്റെ കൂടെയുണ്ട്, നിങ്ങളവരെ വഴിയാധാരമാക്കി പോവല്ലേ. വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ ഫഇന്നമാ ഹുന്ന ഇൻദകും അവാൻ അവാനുൻ ഇൻദകും. നിങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവരാണവർ. അലാ വഹഖുഹുന്ന അലൈക്കും അൻ തുഹ്സിനൂ ലഹുന്ന ഫീ കിസ്വതിഹിന്ന വതുആമിഹിൻ. ആ പെണ്ണുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് പുരുഷന്മാരെ, നിങ്ങളവർക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല പെരുമാറ്റവും അവർക്ക് നൽകണമേ. ഹബീബാനബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വഅന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ലവര് നല്ല ഡിഗ്രി എടുത്തവരാണോ, PhD ഉള്ളവരാണോ, മെഡിസിൻ പഠിച്ചവരാണോ, എഞ്ചിനീയർ ആണോ, ഗൾഫിൽ അത്ര ശമ്പളമുള്ള ആളാണോ? ആരാ നിങ്ങളിൽ ഏറ്റവും നല്ലവര്? ആരാ നല്ലവര്? പുണ്യനബി ഞങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ നിസ്കരിക്കുന്നവരോ, ചില ആൾക്കാർക്ക് നിസ്കരിക്കാൻ സമയം കിട്ടൂല, അവർക്ക് ഫർളേ പറ്റുന്നുള്ളൂ. അവർ ജോലിക്ക് പോകുന്നവരാ, അവർ ഉറക്കൊഴിക്കുന്നവരാ, അവർക്ക് യാത്ര ചെയ്യേണ്ടി വരും, കുറെ നോമ്പൊൽക്കാൻ അവരെ കൊണ്ട് പറ്റില്ലെന്ന് വരും. ആരാണ് ഏറ്റവും നല്ലവർ? ഒരു മനുഷ്യനിലെ ഗുഡ്നെസ്, ഒരു മനുഷ്യന്റെ നന്മ അളക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി നമുക്കൊക്കെ ദാവാൻ പറ്റും. ഖൈറുക്കും, the best of you, നിങ്ങളിൽ ഏറ്റവും നല്ലവർ. ഖൈറുക്കും ലി അഹ്ലിഹി are the best to their wives. സ്വന്തം കെട്ടിക്കൊണ്ടെന്ന പെണ്ണിനോട് നല്ല നിലക്ക് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ഭർത്താവാണ് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പള്ളി കമ്മിറ്റി ആയിരിക്കും, നമ്മൾ ഉറൂസ് കമ്മിറ്റിയിലുണ്ടാവും, നേർച്ച കമ്മിറ്റിയിലുണ്ടാവും, പഞ്ചായത്ത് കമ്മിറ്റിയിലുണ്ടാവും, പാർട്ടിയുടെ പ്രധാന സാരഥ്യം വഹിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അതോടൊപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല ഭർത്താവും നല്ല വാപ്പയുമാവാൻ കഴിയണം. അപ്പോഴേ നമ്മൾ നന്നാവുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ നല്ലവരായിരിക്കാം. നമ്മൾ നല്ലവരാകുന്നത് ഖൈറുക്കും ലി അഹ്ലിഹി, സ്വന്തം ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്.